ഹായ് ഓൾ, മിസ്റ്റിക് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് 7 ഡേയ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മാറ്റം എന്താണ് എന്നാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവുന്നവർ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ എനർജിയുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അൺറിസോൾവ്ഡ് ഇഷ്യൂസ് ഉണ്ട് എന്ന് തന്നെയാണ്. ഈ ഒരു റിലേഷൻ കംപ്ലീറ്റ്ലി അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിലൂടെ പറയാൻ കഴിയുന്നത്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു പക്ഷേ എല്ലാം തുറന്ന് സംസാരിക്കുന്ന ആളായിരിക്കണം എന്നില്ല. ഫീലിങ്സ് ഉള്ളപ്പോഴും അത് നേരിട്ട് എക്സ്പ്രസ് ചെയ്യാതെ ബുദ്ധിമുട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം. പുറത്ത് ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് കാണപ്പെടും, പക്ഷേ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആളായിരിക്കാം. അതുപോലെ റെസ്പോൺസിബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ ഫാമിലി, കരിയർ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇവയൊക്കെ സീരിയസ് ആയിട്ട് കാണുന്ന വ്യക്തിയാവാനും സാധ്യത കൂടുതലാണ്. ഡിസിഷൻ എടുക്കാൻ ചിലപ്പോൾ സമയമെടുക്കും. ഒരാളെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യും, പക്ഷെ ട്രസ്റ്റ് ചെയ്യാൻ അതിന് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ സ്റ്റബോൺ നേച്ചർ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. സ്വന്തം ഫീലിങ്സ് എളുപ്പത്തിൽ ആരോടും ഷെയർ ചെയ്യുന്ന വ്യക്തിയല്ല. സൈലൻസിലൂടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ടെൻഡൻസി ഉള്ള ആളായിരിക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് കെയർ ഉണ്ടായിരിക്കാം, പക്ഷെ അത് എങ്ങനെ കാണിക്കണം എന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരു നേച്ചറുള്ള ഒരാളായിരിക്കാം. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് നേച്ചറുള്ള ആളായിരിക്കാം. ജലസ് ഉണ്ടെങ്കിലും അത് തുറന്ന് സമ്മതിക്കാത്ത ആളായിരിക്കാം. അതായത് ഈഗോ ഉള്ള ഒരു ആളായിരിക്കാം. നിങ്ങളുമായിട്ടൊരു ഡീപ്പ് കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, പക്ഷെ അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നത് വളരെ കുറവായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സ്പ്രെഡ് നോക്കുമ്പോൾ നെക്സ്റ്റ് 7 ഡേയ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി ഒരേപോലെ നിൽക്കില്ല. ഇപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആണെങ്കിൽ ആ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്നും ഒരു മൂവ്മെന്റ് ആണ് കാണുന്നത്. ചില ചേഞ്ചസ് ഉണ്ടാവാം. റിയലൈസേഷൻ, കോൺവെർസേഷൻസ്, ഇമോഷൻസ് എന്നിവ വരുന്നതായിരിക്കും. നിങ്ങളുടെ വ്യക്തി മുൻപ് ഇമോഷൻസിന് മാത്രമായിരിക്കാം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക, പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിന് ഫ്യൂച്ചർ ഉണ്ടോ? ഇത് ലോങ് ടേം ആയിട്ട് വർക്ക് ചെയ്യാമോ? ഞാൻ ഇതിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം? ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി മുൻപ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഈ ഒരു സ്പ്രെഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് തന്നെ ഉണ്ടായിട്ടുണ്ടാവാം. അത് അൺറിസോൾവ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇപ്പോഴും. അതൊരുപക്ഷെ നിങ്ങൾക്കിടയിലുള്ള ഈഗോസ് ആയിരിക്കാം. ചിലപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ സംസാരിക്കണം എന്നുണ്ടാവും, പക്ഷെ മറ്റേ ആൾക്ക് കുറച്ച് സമയം വേണമെന്നുണ്ടാവും. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാതെ കാര്യങ്ങൾ ഓപ്പണായി സംസാരിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഇപ്പോൾ നിങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഒരു അവോയ്ഡൻസ് എനർജിയാണ് കാണാൻ കഴിയുന്നത്. കാരണം ഫീലിങ്സ് ഒന്നും തുറന്ന് സമ്മതിക്കാതെ അല്ലെങ്കിൽ തുറന്ന് പറയാതെ നിങ്ങളെ ഇന്റൻഷനലി അവോയ്ഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു വെച്ച ഒരു എനർജിയാണ് കാണുന്നത്. ഇവിടെ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ തിരിച്ചു വരാനും അവർക്കൊരു മടി തോന്നുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരാൾ നന്നായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്, എന്നാൽ മറ്റേ ആൾ എഫേർട്ട് ഇടാതെ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ ഒരു ടെൻഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ ഈ ഒരു കോൺഫ്ലിക്റ്റ് അത് വെറും ടെമ്പററി കോൺഫ്ലിക്റ്റ് മാത്രമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. അതായത് നിങ്ങൾക്കിടയിൽ സന്തോഷം, റിലീഫ്, പോസിറ്റീവ് ഇൻട്രാക്ഷന് ഒക്കെ കാണുന്നുണ്ട്. ഇവയെല്ലാം തന്നെ നിങ്ങളെ അരികിലേക്ക് എത്തും, പക്ഷേ അതിന് കുറച്ച് ഡിലേ കാണിക്കുന്നുണ്ട്. അതാണ് ഹാങ്ഡ് മാൻ. കാര്യങ്ങളൊക്കെ മൂവ് ആവും, പക്ഷേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു സ്പീഡിലല്ല എന്ന് മാത്രം. അപ്പോൾ നിങ്ങളിപ്പോൾ അവരെ വിളിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കുന്നു, പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഡിലേ ഉണ്ടാവുന്നു. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നാണ്. നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് തന്നെ വരുന്നുണ്ട്. പാസ്റ്റ് വിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അതാണ് ഫൂൾ കാർഡ് ഇവിടെ പറയുന്നത്. നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാമോ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ രീതിയിൽ നമ്മുടെ റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ എന്ന് തീരുമാനിക്കുന്ന ഒരു എനർജി തന്നെയാണ് ഈ ഒരു സ്പ്രെഡിൽ കാണുന്നത്. അതുപോലെ ഞാൻ കുറച്ച് ജനറൽ ക്ലൂസ് പറയാം. അത് നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനർജി കണക്ട് ചെയ്യണം. 1, 4, 7, 9, 10, 14, 19, 21, 22, 26, 24, 30, 35, 40 to 38. ലെറ്റേഴ്സ് ASMRKFN. മന്ത് മാർച്ച്, ഏപ്രിൽ, ഓഗസ്റ്റ്, ഒക്ടോബർ ആൻഡ് ഡിസംബർ. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റിയും ഹാപ്പിനെസ്സും എല്ലാം കൊണ്ടുതരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.